KSRTC സൗജന്യ യാത്ര കൊണ്ടുവന്നതോടുകൂടി ഒരുപാട് സ്ത്രീകൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്തുന്നുണ്ട്. എന്തായാലും നിങ്ങളും ഈ അവസരം മിസ്സാക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു യാത്ര പുറപ്പെട്ടോളൂ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും തങ്ങളുടെ യാത്രകൾ KSRTC ബസ്സിൽ തന്നെ ആസ്വദിക്കാനാകുന്നതാണ്. മലക്കപ്പാറയിലേക്ക് പോയിട്ടുണ്ടോ? മലക്കപ്പാറ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാലക്കുടിയിൽ നിന്ന് ഉടൻ തന്നെ യാത്ര പുറപ്പെടാം. എങ്ങനെയാണ് യാത്ര പ്ലാൻ ചെയ്യേണ്ടതെന്നും എത്ര രൂപ ചെലവ് വരുമെന്നും അവിടെ എന്തെല്ലാമാണ് കാണാനുള്ളതും എന്ന് നോക്കിയാലോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 900 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശമാണ് മലക്കപ്പാറ. തൃശൂർ ജില്ലയിലെ അതിമനോഹരമായ ഒരു പ്രദേശം എന്നുകൂടി ഇതിനെ പറയാം. തൃശൂർ ടൗണിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്റർ ദൂരമുണ്ട് മലക്കപ്പാറയിലേക്ക്. അങ്കമാലി, പാറക്കടവ്, കൊടകര, മാള എന്നീ സ്ഥലങ്ങളുമായിട്ടെല്ലാം മലക്കപ്പാറ അതിർത്തി പങ്കിടുന്നു. ബസ്സിനാണ് നിങ്ങൾ യാത്ര തിരിക്കുന്നതെങ്കിൽ ചാലക്കുടിയിൽ നിന്ന് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഉച്ചയ്ക്കും ഒക്കെ ബസ്സുണ്ട്. രാവിലെയാണ് യാത്ര പ്ലാൻ ചെയ്യുന്നതുണ്ടെങ്കിൽ രാവിലെ 7:50 ചാലക്കുടിയിൽ നിന്നുള്ള ബസ്സിൽ കയറാം. ഈ ബസ് ഉച്ചയ്ക്ക് 12 മണിയോടെ മലക്കപ്പാറയിൽ എത്തിച്ചേരും. അവിടെ ഇറങ്ങി കാഴ്ചകളെല്ലാം കണ്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ഈ ബസ്സിന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോരാവുന്നതുമാണ്. ഉച്ചയ്ക്ക് 12:45 മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്കുള്ള ബസ്. ഇനിയല്ല നിങ്ങൾ ഉച്ചയ്ക്കാണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ ഉച്ചയ്ക്ക് 12:20 ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് ബസ്സുണ്ട്. ഈ ബസ് ഏകദേശം 4:15 മലക്കപ്പാറയിൽ എത്തിച്ചേരും. അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് 5:10 ബസ്സിന് നിങ്ങൾക്ക് മടങ്ങി വരാനും സാധിക്കും. എന്നാൽ 12 മണിക്ക് മലക്കപ്പാറയിലെത്തി 12:45 ബസ്സിന് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര രസമുള്ള കാര്യമല്ല അല്ലേ? അതിനാൽ തന്നെ നിങ്ങൾക്ക് രാവിലെയുള്ള 7:50 ബസ്സിന് മലക്കപ്പാറയിലേക്ക് പോയി അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് വൈകിട്ട് 5:10 ബസ്സിന് ചാലക്കുടിയിലേക്ക് തിരിച്ചു കയറാവുന്നതാണ്. തേയിലത്തോട്ടങ്ങൾ, ഷോളയാർ അണക്കെട്ട്, വന്യജീവി നിരീക്ഷണം, അതിരപ്പള്ളി വാൽപ്പാറ ഡ്രൈവിംഗ് അനുഭവം, ചാപ്പ അതിരപ്പള്ളി വെള്ളച്ചാട്ടങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ യാത്രയിൽ ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഈ യാത്രയിൽ നടക്കില്ല. എന്നാൽ കാട്ടിലൂടെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു യാത്ര ആസ്വദിക്കാനുള്ള അവസരം ഇതുവഴി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും എല്ലാവരും അവസരം മിസ്സാക്കാതെ നാളെ തന്നെ യാത്ര പുറപ്പെടാൻ വേണ്ടി ശ്രമിക്കുക.